അഗ്നിജ്വാല എ ഡീപ് ലവ് സ്റ്റോറി ഭാഗം 106. കുഞ്ഞ അഗ്നിജ്വാലയുടെ പുറത്ത് തലോടിക്കൊണ്ട് വിളിച്ചു. അവള് മൂളി. വിശക്കുന്നില്ല എൻ്റെ കുഞ്ഞിന്, നമുക്ക് എന്തെങ്കിലും കഴിക്കണ്ടേ? അവൻ ചോദിച്ചതും ജ്വാല അവൻ്റെ മുഖത്തേക്ക് നോക്കി. ദേവേട്ടനൊന്നും കഴിച്ചില്ലേ? അവൾ ചോദിച്ചു. എൻ്റെ കുഞ്ഞിങ്ങനെ വിശന്നിരിക്കുമ്പോൾ ഞാൻ എങ്ങനെയാടാ കഴിക്കുന്നേ? അപ്പോ ഇന്ന് രാവിലെ ഞാനൊന്നും കഴിച്ചില്ലല്ലോ, ഉച്ചയ്ക്കും കഴിച്ചില്ല. അവള് പറഞ്ഞതും അവന് പാവം തോന്നിപ്പോയി. അതെന്താ? ദേവേട്ടനെന്ന് കണ്ടതേ ഇല്ലല്ലോ ഞാൻ. എനിക്ക് രാവിലെ കഴിക്കാനൊക്കെ തരണേ അല്ലേ? എല്ലാം കൂടി ഓർത്തപ്പോ വിഷമം വന്നു, അതുകൊണ്ടാ, അവള് പറഞ്ഞു. അവൻ അവളെ വാത്സല്യത്തോടെ നോക്കി. ഞാനും ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ലടാ. എൻ്റെ കുഞ്ഞിനോട് മിണ്ടാതിരിക്കുന്ന ഓർത്തപ്പോ വിശപ്പെല്ലാം കെട്ടുപോയി. അവൻ പറഞ്ഞു. അവളാണോ എന്ന പോലെ അവനെ സങ്കടത്തോടെ നോക്കി. ഇനി ഞാൻ ഇങ്ങനെ മിണ്ടാതിരിക്കില്ല ദേവേട്ട. പിന്നെ ഞാൻ ദേവേട്ടനോടൊരു കാര്യം മറച്ചു വെച്ചിട്ടുണ്ട്, അവള് പറഞ്ഞു. അവൻ എന്താ എന്ന പോലെ അവളെ സംശയത്തോടെ നോക്കി. അതന്ന് കിച്ചേട്ടനോട് ഞാൻ സംസാരിച്ചില്ലേ, കോളേജിന്റെ മുന്നിൽ വെച്ച്. അതിനുശേഷം പലപ്പോഴും ഞാൻ കിച്ചേട്ടനെ അവിടെ നിന്ന് കണ്ടിട്ടുണ്ട്. എന്നെങ്ങനെ നോക്കി നിൽക്കുന്നത് കാണാം. അത് കാണുമ്പോൾ എനിക്ക് പേടിയാവുന്നുണ്ടായിരുന്നു. അവളത് പറഞ്ഞപ്പോൾ പോലും അവളുടെ വാക്കുകളിൽ ഭയം നിറഞ്ഞിരുന്നു. അഗ്നി അവളെ ഞെട്ടലോടെ നോക്കി. എന്താ ചരൺ, അവൻ പിന്നെ അവിടേക്ക് വന്നിട്ടുണ്ടെന്നോ? എന്നിട്ട് നീ എന്താടി എന്നോട് ഇതുവരെ ഇത് പറയാതിരുന്നേ? അഗ്നിയുടെ ശബ്ദം അവൾക്ക് നേരെ ഉയർന്നു പോയി. ജ്വാല പേടിയോടെ പെട്ടെന്ന് അവന്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി. ദേഷ്യപ്പെടല്ലേ ദേവേട്ട, അത് കിച്ചേട്ടൻ പിന്നെ അവിടെ വന്നു എന്നറിഞ്ഞാ ദേവേട്ടൻ കിച്ചേട്ടൻ എന്തെങ്കിലും ചെയ്യുന്ന പേടിച്ചിട്ടാ ഞാൻ പറയാതിരുന്നേ. അവൾ അവനെ ഇറുക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു. അഗ്നി മിണ്ടിയില്ല. മിണ്ടു ദേവേട്ട, പിന്നെയും പിണങ്ങിയോ? അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി ചുണ്ടു പിളർത്തി. അഗ്നി ഇല്ലാന്ന് തലയാട്ടി. ഇനി ഇതുപോലുള്ള കാര്യങ്ങളൊന്നും എന്നോട് മറച്ചു പിടിക്കരുത് കേട്ടോ, അവൻ ഗൗരവത്തോടെ പറഞ്ഞു. ഇനി ഞാൻ എന്തുണ്ടെങ്കിലും ദേവേട്ടനോട് പറഞ്ഞോളാം, അവൾ അവന്റെ താടിയിൽ പിടിച്ച് കളിച്ചുകൊണ്ട് പറഞ്ഞു. തമാശയല്ല കുഞ്ഞ, നീ കരുതുന്നത് പോലെ അല്ല കാര്യങ്ങള്. ഇതിപ്പോ കിച്ചു അവിടെ വന്ന് നിന്നെ ഉപദ്രവിക്കോ മറ്റോ ചെയ്തിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? നിനക്കാണെങ്കിൽ അവന് നല്ല വിശ്വാസവും. അവന്റെ സ്വരം കനത്തു. ഞാനിനി പറഞ്ഞോളാം ദേവേട്ട. പിന്നെ ദേവേട്ടൻ ഇതുവരെ എന്നോട് കിച്ചേട്ടനെ കുറിച്ച് ഈ കാര്യങ്ങളൊന്നും പറഞ്ഞിരുന്നില്ലല്ലോ. ഇതൊക്കെ ആദ്യം അറിഞ്ഞിരുന്നെങ്കിൽ കിച്ചേട്ടൻ വീണ്ടും എന്നെ കാണാൻ വന്നത് ഞാൻ ദേവേട്ടനോട് പറഞ്ഞേനെ. അവള് കാര്യമായി തന്നെ പറഞ്ഞു. അതിന് ഞാൻ പറഞ്ഞാലും നീ വിശ്വസിക്കില്ലായിരുന്നു അപ്പോ, കാരണം നിനക്കപ്പോ എന്നേക്കാൾ ഇഷ്ടവും വിശ്വാസവും അവനായിരുന്നില്ലേ? അഗ്നി ഇഷ്ടക്കേടോടെ ചോദിച്ചു. ജ്വാലയുടെ മുഖം മങ്ങിപ്പോയി. സാരല്ല, അത് കഴിഞ്ഞു. പക്ഷെ ഇനി എൻ്റെ കുഞ്ഞ് ഒരു കാര്യം എന്നോട് മറച്ചു വെക്കരുത് കേട്ടോ, അവൻ അവളുടെ ഇടുപ്പിൽ കൈയമർത്തിക്കൊണ്ട് പറഞ്ഞു. അവള് മൂളി. അഗ്നി അവളെ നോക്കി കണ്ണു ചിമ്മി. അത് കാണവേ ജ്വാല ഒന്ന് പുഞ്ചിരിച്ചു. പെട്ടെന്നെന്തോ ഓർത്തതുപോലെ ജ്വാല അവനെ ഒന്ന് നോക്കി. എന്തേ? അവളുടെ നോട്ടം കണ്ട് അവൻ ചോദിച്ചു. അത് ഈ നെഞ്ചിലെ ടാറ്റു, അതിനി കളയോ? അവള് വല്ലായ്മയോടെ ചോദിച്ചു. അഗ്നി അവളെ കുറുമ്പോടെ നോക്കി. അതെന്തിനാ കളയുന്നേ? അത് ദേവേട്ടനല്ലേ പറയാറ് എന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന്. എന്നിട്ട് എന്തിനാ ആരുടെയോ പേര് ഇങ്ങനെ നെഞ്ചിലൊക്കെ എഴുതിയിരിക്കുന്നേ? എനിക്കത് ഇഷ്ടല്ല. അവളുടെ ചുണ്ടു കൂർത്തു. അഗ്നി അത്ഭുതത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കിയിരുന്നു. പെണ്ണിന്റെ മൂക്കുന്നുമ്പ് പോലും വിറയ്ക്കുന്നുണ്ട്. ആ ടാറ്റു കാണണോ? അവൻ ചോദിച്ചു. എനിക്ക് കാണണ്ട, കാണിച്ചു തന്നാ ഞാൻ ഉമ്മ തരണ്ടേ? സൗകര്യമില്ല, കണ്ടവരുടെ പേരിൽ ഉമ്മ വയ്ക്കല്ലേ എനിക്ക് പണി. അവള് പുച്ഛത്തോടെ ചോദിച്ചതും അഗ്നിക്ക് ചിരി വന്നു പോയി. ഹംബോ, എൻ്റെ പെണ്ണ് ഇത്രയും കുശുംബിയായിരുന്നോ? അവൻ അവളുടെ വീർത്ത കവിളിൽ പതിയെ കുത്തിക്കൊണ്ട് ചോദിച്ചു. ജ്വാല അവനെ തറപ്പിച്ചൊന്ന് നോക്കി. വേണ്ടപ്പോ, എന്നോട് മിണ്ടണ്ട. ആ ടാറ്റു കളയുന്ന എനിക്ക് വാക്കുതാ, എന്നാലും ഞാൻ ഇനി മിണ്ടു, അവള് പിണക്കത്തോടെ പറഞ്ഞു. അയ്യോ, അങ്ങനെ പറയില്ല എൻ്റെ പൂച്ചക്കുട്ടി. ഈ ടാറ്റു കളയാൻ പറ്റില്ലടാ വാവേ, കാരണം അത്രയ്ക്ക് എനിക്ക് ജീവനാ ഈ ടാറ്റു. അവൻ പ്രണയത്തോടെ അവളെ നോക്കി പറഞ്ഞു. ആ മുഖത്ത് വിരിയുന്ന പരിഭവം കണ്ട് അവൻ അവളുടെ മുഖമാകെ ചുണ്ടുകൾ പതിപ്പിച്ചു. ആ ചുംബനത്തിൽ അലിഞ്ഞു പോയിരുന്നു ജ്വാലയുടെ പരിഭവവും. അഗ്നി അവളുടെ താടിത്തുമ്പിൽ പിടിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി. അവളുടെ മുഖം ചുവന്നു വരുന്നുണ്ട്. ഈ ടാറ്റു കാണാൻ സമയമാവുമ്പോൾ ഞാൻ തന്നെ നിനക്കത് കാണിച്ചു തരും. ഇനി അതിനു മുന്നേ നിർബന്ധമാണെങ്കിൽ നിനക്ക് നോക്കാം. പക്ഷെ ഉമ്മ, അതെനിക്ക് കിട്ടണം, അവൻ കുസൃതിയോടെ പറഞ്ഞു. ഞാൻ തരൂല. അവൾ അവനെ കണ്ണുരുട്ടി നോക്കി. അഗ്നി ചിരിച്ചു. ഏട്ടാ, പെട്ടെന്ന് ഡോറിൽ തട്ടിക്കൊണ്ട് അപ്പു വിളിച്ചു. കേറി വാടാ, ചാരിയിട്ടേ ഉള്ളൂ. ആ, അപ്പു മറുപടി പറഞ്ഞുകൊണ്ട് പതിയെ ഡോറ് തുറന്നു. അവനൊപ്പം തന്നെ ചിത്രയും മോഹനും ഉണ്ട്. ചിത്രയുടെ കയ്യിൽ കഞ്ഞിപ്പാത്രം, മോഹന്റെ കയ്യിൽ ഒരു കാസറോളും ഉണ്ട്. ജ്വാല അഗ്നിയുടെ നെഞ്ചിൽ കിടന്നുകൊണ്ട് തന്നെ അവരെ നോക്കി. ആഹാ, വെയ്യാത്തന്റെ ഏട്ടന്റെ മടിയിലാണോടി ഏട്ടത്തി നിന്റെ ഇരുത്തം, ഇങ്ങോട്ട് ഇറങ്ങടി, അപ്പു ജ്വാലയോട് കപടദേഷ്യത്തോടെ പറഞ്ഞു. ജ്വാല ഞെട്ടിപ്പോയി. അപ്പുവിന്റെ ചോദ്യം കേട്ടപ്പോഴാണ് താൻ അഗ്നിയുടെ മടിയിൽ രണ്ടു കാലും ഇരുവശത്തേക്കിട്ടിരിക്കുകയാണെന്ന് അവൾ ഓർത്തത് തന്നെ. വെപ്രാളത്തോടെ അവൾ അഗ്നിയുടെ മടിയിൽ നിന്നും എഴുന്നേറ്റു. അഗ്നി കുസൃതി ഒളിപ്പിച്ച ചിരിയാലെ അവളെ നോക്കിയിരുന്നു. ചിത്രയും മോഹനും ഒരാക്കലോടെ ജ്വാലയെ നോക്കുന്നുണ്ട്. അത് ഞാനല്ല, ദേവേട്ടൻ എന്നെ പിടിച്ച് മടിയിലിരുത്തിയേ.
അവള് ചമ്മലോടെ പറഞ്ഞു. ആണോ? അത് സാരമില്ല, ഞങ്ങളൊന്നും കണ്ടിട്ടില്ല. ചിത്തിര കുസൃതിയോടെ പറഞ്ഞു. ജ്വാല അവരെ നോക്കി ഇളിച്ചു കൊടുത്തു. ഇതൊക്കെ എന്തിനാ അമ്മ ഇങ്ങോട്ട് താങ്ങി പിടിച്ചു കൊണ്ടുവന്നേ? ഞാൻ താഴേക്ക് വരുമായിരുന്നല്ലോ. ആ, ഇന്ന് ഇവിടെ ഇരുന്ന് കഴിച്ചാൽ മതി. ചിത്തിര അഗ്നിയോട് ഗൗരവത്തോടെ പറഞ്ഞു. അഗ്നി അറിയാതെ തലയാട്ടിപ്പോയി. ചിത്തിര അവനെ നോക്കി മൂളിക്കൊണ്ട് കഞ്ഞിയും ചമ്മന്തിയും അച്ചാറും കൂടി എടുത്ത് ടേബിളിലേക്ക് വെച്ചു. അമ്മേ, ഞാൻ കൊടുക്കാം ദേവേട്ടന്. ജ്വാല പെട്ടെന്ന് ചിത്തിരയോട് പറഞ്ഞു. ചിത്തിര അഗ്നി ഒന്ന് നോക്കി. അവൻ സന്തോഷത്തോടെ ജ്വാലയെ നോക്കി ഇരിക്കുന്നുണ്ട്. അത് കണ്ട് ഒരു പുഞ്ചിരിയോടെ ചിത്തിര കഞ്ഞിപ്പാത്രം ജ്വാലയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. ജ്വാല സന്തോഷത്തോടെ അഗ്നിക്ക് കഞ്ഞി കോരിക്കൊടുക്കാൻ തുടങ്ങി. നിറഞ്ഞ സന്തോഷത്തോടെ അവനും അവൾ കൊടുക്കുന്നതെല്ലാം വാങ്ങി കഴിക്കുന്നുണ്ട്. നീയും കഴിക്കൂഞ്ഞ. അമ്മ, ആ കാസറോളിൽ എന്താ? ഇങ്ങെടുത്തേ, ഇവൾക്ക് വിശക്കുന്നുണ്ടാവും. അഗ്നി പറഞ്ഞതും ചിത്തിര പെട്ടെന്ന് കാസറോൾ എടുത്തു. ഇതാ മോളെ, ദോശയാ. ചിത്തിര പുഞ്ചിരിയോടെ അവളോട് പറഞ്ഞു. എനിക്ക് വേണ്ട അമ്മേ, ഞാനും കഞ്ഞി കുടിച്ചോളെ ഇന്ന്. അവൾ അഗ്നിയെ നോക്കിക്കൊണ്ടാണ് അത് പറഞ്ഞത്. കഞ്ഞിയോ? നല്ല ദോശയുണ്ട് മോളെ. മോഹനും പറഞ്ഞു നോക്കി. വേണ്ട, ദേവേട്ടൻ കഞ്ഞിയല്ലേ കുടിക്കണേ, നിൽക്കും അത് മതി. അവള് തീരുമാനം പോലെ പറഞ്ഞു. ഓ ശരി തമ്പുരാട്ടി. ചിത്തിര അവളെ കളിയാക്കി. പോ അമ്മേ. ജ്വാല ചിരിച്ചു. മതി കുഞ്ഞാ, ഇനി നീ കഴിക്ക്. അഗ്നി ജ്വാലയോട് പറഞ്ഞു. കുറച്ചുകൂടെ കഴിക്ക് ദേവേട്ടാ. അവള് ശാസനയോട് പറഞ്ഞു. ആ നിമിഷം അവൾക്ക് ഗൗരവം നിറഞ്ഞ മുഖമായിരുന്നു എന്നവൻ പുഞ്ചിരിയോടെ മനസ്സിലാക്കി. അറിയാതെ വാ പിന്നെയും തുറന്നുപോയി. അവനെ കഴിപ്പിച്ചു കഴിഞ്ഞതും ബാക്കിയുള്ള കഞ്ഞി അവളും കുടിക്കാൻ തുടങ്ങി. ഞാൻ വാരിത്തരണ്ടേ? അഗ്നി ചോദിച്ചു. ഇന്ന് ഞാൻ കഴിച്ചോളാം, ദേവേട്ടന് മാറട്ടെ. അവൾ സ്നേഹത്തോടെ പറഞ്ഞതും അവൻ തലയാട്ടി. ആ അല്ലമ്മേ, ഏട്ടൻ പോയോ? ജ്വാല പെട്ടെന്ന് ഓർമ്മ വന്നതുപോലെ ചോദിച്ചു. ആ പോയി, രാവിലെ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ചിത്തിര അവളോടായി പറഞ്ഞുകൊണ്ട് അഗ്നിയുടെ തലയിൽ തലോടി. അഗ്നി അവരെ നോക്കി കണ്ണു ചിമ്മി. എനിക്ക് ഒന്നുമില്ല എൻ്റെ ചിത്തുപെണ്ണെ, ഇനി ഓരോന്ന് ആലോചിച്ച് അസുഖം വരുത്തി വെക്കല്ലേ. അവൻ ചിത്തിരയോട് കപടദേഷ്യത്തോടെ പറഞ്ഞു. അവര് മൂളി. അഗ്നി പെട്ടെന്ന് അവരുടെ കവിളിൽ അമർത്തി ചുംബിച്ചു. ചിത്തിര തേങ്ങിപ്പോയി. കരയല്ലമ്മേ, എനിക്കൊന്നുമില്ല. അമ്മ വല്ലതും കഴിച്ചോ? ഇല്ലെങ്കിൽ പോയി കഴിക്ക്. അച്ഛാ, അമ്മ കൊണ്ടുപോയേ. അഗ്നി ഒരിക്കൽ കൂടി ചിത്തിരയുടെ കവിളിൽ ചുണ്ടമർത്തിക്കൊണ്ട് മോഹനോട് പറഞ്ഞു. മോഹൻ അവന്റെ കവിളിൽ തലോടി. ഇനി അച്ഛനും കരയോ? അവൻ കുറുമ്പോടെ ചോദിച്ചു. ഓ പിന്നെ, എനിക്ക് അതല്ലേ പണി. ഈ ഒരു കുഞ്ഞു മുറിവ് കണ്ടിട്ട് ഇങ്ങനെ കരയാൻ ഇവളുടെ ഒക്കെ തലയ്ക്ക് ഓളാ. ചിത്തു വന്നേ, എനിക്ക് വിശക്കുന്നുണ്ട്. മോഹൻ ചിത്തിരയുടെ സങ്കടം മാറ്റാനായി കുറുമ്പോട് പറഞ്ഞുകൊണ്ട് പാത്രങ്ങൾ എടുത്ത് താഴേക്ക് പോയി. എന്നാൽ ഈ സമയമെല്ലാം അപ്പുവിന്റെ നോട്ടം ജ്വാലയിൽ മാത്രമായിരുന്നു. അവൾ ഒരിക്കൽ പോലും അവനെ നോക്കുന്നില്ല. അതുകണ്ട് അപ്പുവിന് വിഷമം തോന്നി. അവൻ പതിയെ അവൾക്കരികിലേക്കിരുന്നു. അതറിഞ്ഞ പോലെ ജ്വാല അവന് നേരെ തിരിയാൻ ശ്രമിച്ചെങ്കിലും അതിനു മുന്നേ അപ്പു അവളുടെ കഴുത്തിലൂടെ കൈയിട്ട് അവളെ ചേർത്ത് പിടിച്ചിരുന്നു. ജ്വാല അവനെ നോക്കി പുഞ്ചിരിച്ചു. പിണക്കാണോടി ഏട്ടത്തി എന്നോട്? അവൻ ഇടർച്ചയോടെ ചോദിച്ചു. എന്തിനാ? അവൾക്ക് മനസ്സിലായില്ല. ഞാൻ നേരത്തെ നിന്നോട് താഴേന്ന് ദേഷ്യപ്പെട്ടില്ലേ, അതിന്. അവൻ പറഞ്ഞതും ജ്വാലയൊന്ന് പുഞ്ചിരിച്ചു. എനിക്കൊരു പിണക്കുമല്ല അരവേട്ട, തെറ്റു മുഴുവൻ എൻ്റെ ഭാഗത്തായിരുന്നു. സ്നേഹം എന്താണെന്ന് അറിയില്ലായിരുന്നു എനിക്ക്. ആരെങ്കിലും എന്നോടൊന്ന് പുഞ്ചിരിയോടെ സംസാരിച്ചാ ഞാൻ കരുതും അതെന്നോടുള്ള സ്നേഹം കൊണ്ടാന്ന്. കിച്ചേട്ടൻ അങ്ങനെയായിരുന്നു. കിച്ചേട്ടനും ആ കിച്ചേട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞപ്പോ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അത്രയും പറഞ്ഞപ്പോഴേക്കും അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയിരുന്നു. എന്നിട്ട് ഇപ്പൊ എൻ്റെ ഏട്ടത്തിക്ക് വിശ്വാസമായോ? അപ്പു ചോദിച്ചു. ദേവേട്ടനോട് കിച്ചേട്ടനെ കുറിച്ച് എല്ലാം പറഞ്ഞു. ജ്വാല വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. അപ്പു അഗ്നിയുടെ മുഖത്തേക്ക് നോക്കി. അവൻ അതേന്ന പോലെ തലയാട്ടി. അത് കണ്ട് അപ്പു ഒന്ന് നിശ്വസിച്ചു. സാരല്ലടി, നിനക്ക് ഞങ്ങളില്ലേ. അപ്പു അവളെ ആശ്വസിപ്പിച്ചു. അവൾ അവനെ നോക്കി പുഞ്ചിരിയോടെ തലയാട്ടി. അപ്പു ചിരിയോടെ അവളുടെ നെറ്റിയിൽ അവന്റെ നെറ്റി വെച്ച് ഒന്നിടിച്ചു. ജ്വാല നെറ്റി ഒഴിഞ്ഞുകൊണ്ട് അവനെ കൂർപ്പിച്ചു നോക്കി. അപ്പു ഇളിച്ചു കൊടുത്തു. അത് കണ്ടപ്പോ അവൾക്കും ചിരി വന്നു പോയി. ആ ഇന്നാടി ഏട്ടത്തി, വ്യാസേട്ടൻ തരാൻ മറന്നതാ. ഏട്ടന്റെ ടാബ്ലറ്റാ, നീ തന്നെ കൊടുത്തേക്ക്. അതും പറഞ്ഞ് ജ്വാല കഞ്ഞി കുടിച്ച പാത്രവുമായി അവൻ ഡോർ തുറന്ന് പുറത്തേക്ക് പോയി. ജ്വാല അഗ്നിക്ക് മെഡിസിൻ എടുത്തു കൊടുത്തു. അവൻ ഒന്നും മിണ്ടാതെ അവൾ അനുസരിച്ചു. ജ്വാല പോയി ഡോർ അടച്ചു വന്നു. ബാത്റൂമിൽ പോണോ ദേവേട്ടാ? വേണ്ടല്ലോ, അവൻ പറഞ്ഞു. ജ്വാല മൂളിക്കൊണ്ട് ബാത്റൂമിലേക്ക് നടന്നു. മുഖത്തേക്ക് അല്പം വെള്ളം തെറിപ്പിച്ചപ്പോൾ അവൾക്ക് നേരിയൊരു ആശ്വാസം തോന്നി. ജ്വാല റൂമിലേക്ക് തിരികെ വന്നപ്പോഴേക്കും അവൻ കിടന്നിരുന്നു. പാവം, ക്ഷീണം കാണും, അവൾ ഓർത്തു. പതിയെ ലൈറ്റ് ഓഫാക്കി ബെഡ് ലാമ്പ് ഇട്ട് അവൾ അഗ്നിയുടെ അടുത്തേക്ക് കിടന്നു. അതറിഞ്ഞ പോലെ അഗ്നി അവൾക്കടുത്തേക്ക് നീങ്ങി വന്ന് അവളുടെ നെഞ്ചിലായി തലചായ്ച്ചു കിടന്നു. ജ്വാല വിറയലോടെ അവനെ ചേർത്തു പിടിച്ചു. അവൻ അവളെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി. എന്തേ? അവന്റെ നോട്ടം കണ്ട് അവൾ ചോദിച്ചു. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടവുഞ്ഞ, അവൻ ആർദ്രമായി പറഞ്ഞു. ജ്വാല പുഞ്ചിരിയോടെ അവന്റെ നെറ്റിയിലെ മുറിവിലായി ചുണ്ടമർത്തി. എനിക്ക് ഒത്തിരി ഇഷ്ട, ഉറങ്ങിക്കോട്ടോ. അഗ്നി മൂളിക്കൊണ്ട് പതിയെ കണ്ണുകൾ അടച്ചു.
പക്ഷെ അപ്പോഴേക്കും അവന് കണ്ണിനു മുന്നിൽ കിച്ചുവിന്റെ മുഖം തെളിഞ്ഞു വന്നിരുന്നു. അവൻ പല്ലുകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ദേഷ്യമടക്കി. ഇല്ല ചരൺ, ഇനി ഒരിക്കൽ കൂടി എന്നോട് ഇത് ചെയ്യാൻ നിനക്ക് ധൈര്യം ഉണ്ടാവരുത്, അഗ്നി ദേഷ്യത്തോടെ മനസ്സിൽ പറഞ്ഞു. ജ്വാല അവന്റെ തലയിൽ പതിയെ തലോടി കൊടുത്തു. മരുന്നിന്റെ ക്ഷീണം കാരണം അഗ്നി പെട്ടെന്ന് തന്നെ ഉറക്കം പിടിച്ചിരുന്നു. പക്ഷെ അപ്പോഴും ഉറങ്ങാതെ കിടക്കുകയായിരുന്നു ജ്വാല. അവളുടെ മനസ്സിൽ മുഴുവൻ കിച്ചുവിനെ കുറിച്ചുള്ള ചിന്തകളായിരുന്നു. എന്നാലും ഇത്രയ്ക്ക് വൃത്തികെട്ടവനായിരുന്നോ കിച്ചേട്ടൻ? അവൾ അത്രത്തോളം വെറുപ്പോടെ മനസ്സിൽ ചോദിച്ചുപോയി. കിച്ചു അവന്റെ റൂമിൽ ടെൻഷനോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ഉള്ളിലെ പേടി കൊണ്ട് അവൻ കൈകൾ തമ്മിൽ പരസ്പരം കോർക്കുകയും ചെയ്യുന്നുണ്ട്. തുടരും.